നമ്മൾ പല ടൈപ്പ് അടകൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് രാഗി അട. ഞങ്ങളുടെ ഇവിടെയൊക്കെ പഞ്ചസാരയും തേങ്ങയിട്ട് അട ഉണ്ടാക്കുന്നതിന് പൂവട എന്നാട്ടോ പറയുക. അങ്ങനെയാവുമ്പോൾ ഇത് രാഗിയുടെ പൂവട. രാഗിയുടെ ബെനിഫിറ്റ് പിന്നെ എല്ലാവർക്കും അറിയാലോ. റിച്ച് ഇൻ കാൽഷ്യം, ഹൈ അയൺ, സപ്പോർട്ട് ഡൈജഷൻ, ഹെൽപ്പ് കൺട്രോൾ ബ്ലഡ് ഷുഗർ, എക്സലൻറ്റ് ഫോർ സ്കിൻ ആൻഡ് ഹെയർ, ബൂസ്റ്റ് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് രാഗിയുടെ ബെനിഫിറ്റ്. അപ്പോൾ പിന്നെ അറിയാലോ എത്ര ഹെൽത്തിയർ ഓപ്ഷനാണ് ഇതെന്ന്. ഇതുണ്ടാക്കാനാണെങ്കിൽ ഒരു പണിയുമില്ല. 1 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് രാഗിപ്പൊടി ഇടുക, മിക്സ് ചെയ്യുക. ലംസ് ഒന്നും ഇല്ലാതെ മിക്സ് ചെയ്തിട്ട് വേണമല്ലോ നമ്മൾ സ്റ്റൗ ഓൺ ചെയ്യാൻ. എന്നിട്ട് നല്ലപോലെ കുറുക്കിയെടുക്കുക. കട്ടയൊക്കെ വരും, പേടിക്കേണ്ട. അത് നല്ലപോലെ കുറുക്കിയെടുത്ത് 1 സ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴക്കില്ലേ, അതുപോലെ ആവണം കേട്ടോ. അതേക്ക് പിന്നെ ഒരു തേങ്ങ ചിരകി ഏലക്കപ്പൊടിയോ ചതച്ചതോ ഇടുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയിട്ട് നമ്മുടെ നേരത്തെ വെച്ചിട്ടുള്ള മാവ് ബോൾസ് ആക്കി എടുക്കുക. ഈ ബോൾസ് ആക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. പിന്നെ ഒരു പണിയില്ല, പരത്തിയത് വാഴണ്ടിലേക്ക് വെക്കുന്നു, ഫില്ലിങ് നിറക്കുന്നു, സൈഡെല്ലാം കൂട്ടിച്ചേർത്ത് സ്റ്റീം ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. 10 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി കേട്ടോ. അപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും. ചിലരൊക്കെ ഇതിൻ്റെ സൈഡ് നല്ലപോലെ ഡിസൈൻ ചെയ്തൊക്കെ വെക്കാറുണ്ട് കേട്ടോ. എനിക്ക് അത്ര കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ വാഴൻ്റെ ഇല വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഇത്ര സിമ്പിളാട്ടോ നമ്മുടെ രാഗി പൂവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു സാധനം കേട്ടോ ഇത്. ഒരു വട്ടം ഉണ്ടാക്കിയാൽ പിന്നെ ഉണ്ടാക്കും, അത്ര അടിപൊളിയാണ്.